നമ്മളിനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കർഷകരുടെ നഷ്ടം കണക്കാക്കാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. വാരാപ്പുഴ പഞ്ചായത്തിലാണ് യോഗം ചേരുക. കുഫോസ് നിയോഗിച്ച 7 സമിതി നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് CPM എന്ന മാർച്ച് സംഘടിപ്പിക്കും. ആജ്ഞ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഈ മത്സ്യക്കുരുതി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അലംഭാവം അത് തീവ്രമാണ്. അപ്പോൾ എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്? CPM ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. എൽദോ, മത്സ്യ ഗവേഷണ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, CPM-ന്റെ നേതൃത്വത്തിൽ ഇന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുമെന്നാണ് അറിയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, 2-3 ദിവസമായി ഇപ്പോൾ പെരിയാറിൽ വിഷജലത്തെ തുടർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിട്ട്, പക്ഷേ ഈ തീരത്ത് ഒക്കെയുള്ള ഒരു ചത്ത് പൊങ്ങിയ മീനുകളെ നീക്കം ചെയ്യാത്തത് കൊണ്ട് തീരത്താകെ ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രദേശവാസികളൊക്കെ തന്നെ ഇടപെട്ട് അതിനകത്ത് കുറച്ചൊക്കെ മീനുകളെ സംസ്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചത്തഴുകിയ മീനുകളൊക്കെ പെട്ടെന്ന്, അതായത് നമുക്ക് അറിയാം, അല്ലാതെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തരത്തിലുള്ള മീനുകളൊക്കെ ചത്ത കൂട്ടത്തിലുണ്ട്. കരിമീനൊക്കെ ഒക്കെ ആയാലും പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഒരുപാട് നേരം അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത ഇനത്തിൽപ്പെട്ട മീനുകളാണ്. ഇതൊക്കെ പെട്ടെന്ന് ചീയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെ മലിനീകരണ ബോർഡിന്റെ ഓഫീസിലേക്ക് ഈ ചീഞ്ഞഴിഞ്ഞ മീൻ എറിഞ്ഞ് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യവും കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സാഹചര്യത്തിൽ ആ പ്രദേശത്തേക്ക് കയറാൻ പറ്റാത്തത്ര ദുർഗന്ധമുള്ള ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. പക്ഷെ ഈ ചത്തുപോയ മത്സ്യങ്ങളുടെ കണക്കെടുപ്പ്, അതായത് എത്ര മീനുകൾ ചത്തു എന്നൊരു കണക്കെടുപ്പ് ബാക്കിയാകുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒറ്റയടിക്ക് അതിനെ നീക്കം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അതോറിറ്റികൾ ഉള്ളത്. പക്ഷേ എന്തൊക്കെ ആയാലും കുറച്ചൊക്കെ മീനുകളെ കർഷകരുടെ നേതൃത്വത്തിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇത് കുഫോസ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പ്രൊട്ടസ്റ്റിന്റെ, അതായത് മാലിന്യ ഇതിലേക്ക് നടന്ന പ്രൊട്ടസ്റ്റിന്റെ ബാക്കിയായിട്ട് ഇന്ന് CPM-ഉം അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. കർഷകരുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന പ്രൊട്ടസ്റ്റ് അങ്ങേയറ്റം രൂക്ഷമായിരുന്നു. ഈ പറഞ്ഞതുപോലെ ചീഞ്ഞഴിഞ്ഞ മീനുകളെ അങ്ങോട്ടേക്ക് എറിഞ്ഞ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിലൊക്കെ അത് വന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലേക്ക് അവർ നിയന്ത്രണം വിട്ട്, ചെറിയ പൈസയുടെ നഷ്ടമല്ലല്ലോ കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്, അതിനെപ്പറ്റി കണക്കാക്കും, നഷ്ടം പരിഹരിക്കും ഇതൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ പോലും പ്രതിഷേധം അങ്ങോട്ട് തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിനുള്ള ഈ പ്രതിഷേധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൽദോ, റൈറ്റ്, ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ പെരിയാർ